എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ദിവസങ്ങൾ കൂടി എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഈ യാത്രയിൽ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളൊന്നും പുതിയതായി പഠിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളിൽ തന്നെ ഉള്ള ചില കാര്യങ്ങളെ ഒന്ന് തൊട്ടുണർത്തുക മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ, ഞാനിവിടെ ചെയ്യുന്നുള്ളൂ എന്നതാണ് യഥാർത്ഥ വശം. നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളിലില്ലാത്ത ഒന്നും എവിടെയും ലഭിക്കുകയില്ല എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോഴാണ് ഞാനും പ്രപഞ്ചവും അല്ലെങ്കിൽ ഞാനും ദൈവികതയും ഒന്നാണ് എന്നുള്ള ദ ഓൾ വൺനെസ് ഓഫ് യൂണിവേഴ്സ്, ലോകത്തിന്റെ എല്ലാം തത്വമസി, അത് നീ തന്നെയാകുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ബുദ്ധൻ എപ്പോഴും ബുദ്ധൻ പറഞ്ഞ കാര്യം, നിന്നിലില്ലാത്തതൊന്നും എവിടെയും കാണുകയുമില്ല, എവിടെയും കാണാത്തതൊന്നും നിന്നിൽ ഉണ്ടാവുകയുമില്ല എന്ന്. കാരണം നമ്മളെല്ലാം ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണ്, ഈ യൂണിവേഴ്സിന്റെ സൃഷ്ടിയാണ്. അതിനെ നമ്മൾ ഏത് പേരിട്ട് വിളിച്ചാലും, ദൈവമെന്ന് വിളിച്ചാലോ, അള്ളാഹു എന്ന് വിളിച്ചാലോ, ഈശ്വരൻ എന്ന് വിളിച്ചാലോ, ജീസസ് എന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ മറ്റ് ദിഗംബരന്മാരെന്നോ ബുദ്ധന്മാരെന്നോ എങ്ങനെ ഇട്ട് വിളിച്ചു കഴിഞ്ഞാലും എല്ലാത്തിന്റെയും സത്യം ഒന്ന് തന്നെയാണ്. എല്ലാം ഒന്നിൽ നിന്നുണ്ടായ ഒന്നായ, അല്ലെ? എഴുത്തച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെയും പറയാം. എങ്ങനെ എടുത്താലും നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, ഞാനിവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതും, നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്നതും, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് പറയുന്നതും എല്ലാമായ സത്യം ഒന്നേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രം ലളിതമായി പറഞ്ഞു പോകാം. കൂടുതലായിട്ട് വിശദമായി ഒന്നും പറയുന്നില്ല. ഓരോ ദിവസവും നമ്മൾ പറയുന്നത് തന്നെയാണ്. ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള മറ്റൊരു വിഷയമല്ല, ഒരു നമ്മളെ തന്നെ ഉയർത്തുന്ന, നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയ ഒരു കുറച്ച് രഹസ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ രഹസ്യങ്ങൾ അറിയാൻ, രഹസ്യങ്ങളെ ഒന്ന് തൊട്ടുണർത്താൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. തയ്യാറാണെങ്കിൽ ഐ ആം ഹാപ്പി ആൻഡ് റെഡി എന്നാക്കിക്കോളൂ, അല്ലെങ്കിൽ ഐ ആം റെഡി വിത്ത് ഹാപ്പി എന്നായിക്കോളൂ. സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണ് എന്നാണ് പറയേണ്ടത്. സന്തോഷമില്ലാത്ത ജീവിതമേ അല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഓരോ നിമിഷവും സന്തോഷത്തോടു കൂടി തയ്യാറാവുക. എന്താണ് ലഭിക്കാനായിട്ട്? അന്വേഷിച്ച് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വാതായനങ്ങൾ തുറക്കാൻ, സന്തോഷത്തോടെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുക. സ്വീകരിക്കുന്നത് എന്താണ്? നമ്മളിൽ ഉള്ളതിനെ തന്നെ നമ്മളൊന്ന് പാകപ്പെടുത്തിയെടുക്കുന്നു എന്നത് മാത്രമാണ്. അപ്പൊ ജീവിതം മാറ്റാനുള്ള, ജീവിതം മാറ്റാനുള്ളത് ജീവിതത്തെ നേർദിശയിൽ കൊണ്ടുപോകാനുള്ള, മാറ്റാനുള്ള വാക്കിനെ മാറ്റി നമുക്ക് നേർദിശയിൽ കൊണ്ടുപോകാൻ. അപ്പൊ എന്താണ് നേർദിശ? ഏതായിരിക്കും നേർദിശ? ജീവിതത്തെ നേർദിശയിൽ കൊണ്ടുപോകൂ. വാട്ട് ഈസ് നേർദിശ? എങ്ങനെയാണ് നേർദിശ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്? ദിനേശ് മുങ്ങത്തിന്റെ നേർദിശയായിരിക്കുമോ എല്ലന്റെ നേർദിശയായിരിക്കുമോ അംബികയുടെ നേർദിശയായിരിക്കുമോ രാധയുടെ, അല്ലെങ്കിൽ രാധയുടെ നേർദിശയായിരിക്കുമോ സന്തോഷാറിന്റെ? ഒന്നും ആയിരിക്കില്ലല്ലോ, അല്ലെ? അപ്പോൾ എന്താണ് നേർദിശ? എങ്ങനെ നമ്മൾ അതിന് തീരുമാനിക്കാൻ പറ്റും? അവിടെയാണ് യഥാർത്ഥ ചോദ്യം ഇരിക്കുന്നത്. സത്യം ഏതാണെന്നുള്ള അന്വേഷണം തുടങ്ങുന്നത് അവിടെയാണ്. എന്റെ സത്യം മറ്റൊരാളുടെ സത്യമാകണമില്ല, മറ്റൊരാളുടെ സത്യം എന്റെ സത്യമാകണമെന്നില്ല. സത്യം കാലത്തും ഒരുപോലെയോ ഒരേ നിറത്തിലോ ഒരേ ഭാവത്തിലോ ആയിരിക്കില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങൾ. ഇങ്ങനെ ഇടവഴിഞ്ഞു നിൽക്കുന്നതാണ് ജീവിതം എന്ന് തിരിച്ചറിയുന്നതാണ് ജീവിതത്തെ മാറ്റപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനമായ ഘടകം എന്നുള്ളത്, ജീവിതത്തിൽ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില രഹസ്യങ്ങൾ, എങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മുടേതാക്കി നമ്മുടെ കാര്യമാക്കി മാറ്റാം എന്നുള്ള ചെറിയ 5 രഹസ്യങ്ങൾ ഒന്ന് ചുരുളഴിച്ച് തരികയാണ്. ഇതെല്ലാ ദിവസവും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിരന്തരമായ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ കൃത്യമായ നേർദിശയിൽ കൊണ്ടുപോകാനുള്ള, ഓരോ ആൾക്കും നേർദിശ വ്യത്യസ്തമാണെന്ന് പറഞ്ഞല്ലോ, നേർദിശയിൽ കൊണ്ടുപോകാനുള്ള സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പ്രധാനമായി നമ്മൾ മാറേണ്ടത് എവിടെയാണെന്നുള്ള ചോദ്യം വീണ്ടും വരും അല്ലെ? എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? അതൊന്ന് ടൈപ്പ് ചെയ്യൂ. നമ്മുടെ മാറ്റം എവിടെയാണ് വരുത്തേണ്ടത്? ആ വാക്ക് നിങ്ങൾ എപ്പോഴും നിരന്തരം ഓർത്തുകൊണ്ടേയിരിക്കണം. എവിടെയാണ് നമ്മൾ മാറ്റം തുടങ്ങേണ്ടത്? ആദ്യത്തെ മാറ്റം സംഭവിക്കേണ്ടതായ ഒരു സ്ഥലമുണ്ട്. അതിനെ വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ജേർണി ടു ഹാപ്പിനെസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സാധനം. എല്ലാവർക്കും അറിയാം. എന്റെ കുട്ടികളെല്ലാവരും മിടുക്കന്മാരാണ് അല്ലെ? എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ആ ഉത്തരം അറിയാം. യൂട്യൂബ് വീഡിയോ കാണുന്ന നിങ്ങളോടും ഇതേ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് കമന്റ് ചെയ്യുക, എന്തിലാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്? ആദ്യത്തെ മാറ്റം ഉണ്ടാക്കുന്നത് കമന്റ് ചെയ്യുക. എന്നിട്ട് വേണം അടുത്ത് കാണാനായിട്ട്. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്നും ചെയ്തിട്ട് യാതൊരു ഗുണവുമില്ല അല്ലെ? സംസ്കൃതത്തിൽ ശ്ലോകമുണ്ട്, ഞാൻ സംസ്കൃതം ചൊല്ലിയൊന്നും സമയം കളയുന്നില്ല. ഈ പറഞ്ഞ ചിന്തയെ പറ്റി വിശദമായി ഗുരു ചാണക്യൻ പറഞ്ഞു തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചാണക്യ ചരിതം ഒന്നുകൂടി എടുക്കുമ്പോൾ അതൊക്കെ കൃത്യമായി പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ, ചിന്തകളെ മാറ്റപ്പെടുത്തണമെങ്കിൽ എവിടെയാണ് ചിന്തകൾ ഉണ്ടാവുന്നത്? എവിടെയാണ് ചിന്തകൾ പ്രൊഡ്യൂസർ ഉള്ളത്? എവിടെയാണ് ചിന്തയുടെ ആവിർഭാവം ഉണ്ടാവുന്നത്? അതിനെയല്ലേ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ചിന്തകളുടെ ആവിർഭാവം ഉണ്ടാകുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? നമ്മൾ വിളിക്കുന്നതിന്റെ പേരാണ്, എഴുതിക്കോളൂ, ചിന്തകൾ ഉണ്ടാവുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത്. അപ്പോൾ തുടങ്ങേണ്ടത് നമ്മുടെ മനസ്സിലാണ് എന്നതാണ്. ചിന്തകൾ മനസ്സിന്റെ സൃഷ്ടിയാണ്. മനസ്സ് എവിടെയാണെന്ന് വെച്ചാൽ ബ്രെയിൻ എന്ന് വിളിക്കാം, ബ്രെയിനിന്റെ പല ഭാഗങ്ങൾ വിളിക്കാം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നവർക്ക് അതിനപ്പുറത്തും ചിന്തിക്കാം. അതീന്ദ്രിയമാണെന്ന് പറയുന്നവർക്ക് അതീന്ദ്രിയം പറയാം, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. എന്തായാലും വാട്ട് എവർ ഇറ്റ് മേ ബി, there is something called as which we don't know, where is mind എന്ന് മാത്രമേ ഉള്ളൂ. സയൻസ് പറയുന്നു അത് ബ്രെയിൻ ആകുമ്പോൾ ഓക്കെ, വി അഡ്മിറ്റ് ഇറ്റ്, നോ പ്രോബ്ലം. ബ്രെയിനപ്പുറത്ത് മനസ്സുണ്ടോ വെച്ചാൽ ഉണ്ടായിരിക്കാം എന്നും പറയും, ഇല്ല എന്ന് പറയും. ഐ ഡോണ്ട് ഹാവ് എനി. വലിയ കോൺട്രവേഴ്സിയായി പോയിക്കൊണ്ട് നമ്മളിപ്പോഴും റിസർച്ച് ഇന്നും ഒരുപാട് മണിക്കൂർ ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ വേറൊരു സെഷനിൽ, അവിടെയല്ല, വേറൊരു സെഷൻ ഞങ്ങൾ ക്വാണ്ടം ഫിസിക്സിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാതെ പോകുന്നു. അതിലേക്ക് പോകുന്നില്ല, ചർച്ച അങ്ങോട്ട് പോട്ടെ. അപ്പോ മനസ്സിലെ മാറ്റങ്ങളാണ് ആവശ്യം. അപ്പോൾ മനസ്സിനെ പ്രോഗ്രാം ചെയ്താൽ എന്ത് സംഭവിക്കും? എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റപ്പെടുത്താൻ പറ്റും അല്ലെ? പ്രോഗ്രാം ചെയ്യേണ്ടത് എവിടെയാണ്? മനസ്സിനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. അതിന് പറയുന്ന പേരാണ് മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സാധനം. അടിസ്ഥാനപരമായിട്ടും നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം മൈൻഡ് പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ നമുക്ക് മൈൻഡ് മാസ്റ്ററി എന്ന് വിളിക്കാം, മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കാം, റീ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം, ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റേത് പേരിൽ ഇട്ട് വിളിച്ചാലും NLP എന്ന് വിളിക്കാം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ EFT എന്ന് വിളിക്കാം. എങ്ങനെ എന്ത് പേരിട്ട് വിളിച്ചാലും അൾട്ടിമേറ്റ്ലി ദ കോൺസെപ്റ്റ് ഇസ് സെയിം, ഇറ്റ്സ് പ്രോഗ്രാമിംഗ് യുവർ മൈൻഡ്. അപ്പോൾ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ 5 ഗോൾഡൻ സീക്രട്സുകൾ അറിയണം. സീക്രട്സുകൾ എഴുതാൻ തയ്യാറായിക്കോളൂ. ഈ സീക്രട്സുകൾ അറിഞ്ഞാൽ മാത്രം 5 സീക്രട്സ് പെട്ടെന്ന് ടക്ക് 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 വന്നുപോയി നന്നായി പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാം, കാരണം ഈ സംഭവം നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പുസ്തകം ഉണ്ടല്ലോ, ഏകദേശമാണെന്ന്. ഇല്ലാത്തവർ ഇപ്പൊ തന്നെ പുതിയ 2ാമത്തെ എഡിഷൻ വന്നിട്ട് വരുന്നുണ്ട്. 4-5 ദിവസം കൊണ്ട് എത്തും. ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ അഡ്മിനെ വിളിച്ച് പറഞ്ഞ് വാങ്ങിച്ചോളൂ. 2ാമത്തെ എഡിഷൻ, പുതിയ കവർ, പുതിയ പേജ്, പുതിയ ലുക്കിലും ഭാവത്തിലും ഒക്കെ ആയി 2ാമത്തെ എഡിഷൻ നാളെ മറ്റന്നാളോ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. അഡ്മിനെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിക്കാവില്ലാത്തത്. ഇതില് 5 സീക്രട്സുകളെ പറ്റി പറയുന്നു. ആർക്കെങ്കിലും ആ 5 സീക്രട്സുകൾ പറയാൻ പറ്റുമോ? പുസ്തകം വായിച്ചവരിൽ ഈ 5 ഗോൾഡൻ കീസ്
ഉണ്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്തോ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ 5 സീക്രട്ടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതത്തിന് മനസ്സിലാക്കിയെന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ജീവിതം. പക്ഷെ ഈ 5 സീക്രട്സുകളെ ശരിയാക്കാൻ മാത്രമാണ് നമുക്ക് സമയം എടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ മുഴുവനായിട്ട് പഠിപ്പിച്ചു വരുന്നത്. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു പോകാം അല്ലെ. 5 സീക്രട്ട് അറിയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയണം അല്ലെ. അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ 2020 മെഡിറ്റേഷൻ ഇന്നലെ മുതൽ ആരംഭിച്ചു. ഇന്നും നാളെയും 3 ദിവസത്തെ എന്താ പറയാ അമേസിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇന്നലത്തെ കണ്ടു. ഒരു ആൾ ഇന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത്, സാറേ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രോഗ്രാമോ ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്. ഒരു വലിയ നേതാവാണ്, രാഷ്ട്രീയപരമായിട്ടൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ആളാണ്. ഇങ്ങനെ അനുഭവം ഉണ്ടാവുന്നില്ല. ഞാൻ ആദ്യമായിട്ട് എന്തോ കണ്ടു എന്നാൽ കയറിക്കളയാൻ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ജീവിതത്തെ 8 ദിവസം കൊണ്ട് മാറ്റിമറിച്ചു എന്നാ പറഞ്ഞു. എന്താണ് മാറ്റിമറിച്ചെന്ന് പറയും? 18 വർഷമായി അവരുടെ വീട്ടിലേക്കുള്ള വഴി തടഞ്ഞു നിൽക്കുകയായിരുന്നു. അയാൾ രാഷ്ട്രീയ പ്രവർത്തകനില്ല, പക്ഷെ എങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴി ഓപ്പൺ ആക്കാൻ അവർക്കൊരു പറ്റിയില്ല. ഇന്നലെ ഒറ്റ ദിവസത്തെ മെഡിറ്റേഷൻ അയാൾ സെറ്റ് ചെയ്ത ഇന്റൻഷൻ, അതൊന്ന് തുറന്നു കിട്ടണേ, എനിക്ക് അതിലൂടെ കാറ് പോകുന്ന രീതിയിൽ ആക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇന്നലെ ഉണ്ടായത്. മെഡിറ്റേഷൻ കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പുള്ളിക്ക് നാട്ടിൽ നിന്ന് മെസ്സേജ് വന്നു, നമ്മൾ എല്ലാവരും കൂടി ആ റോഡിന്റെ വർക്ക് ശരിയാക്കണം. ഗവൺമെന്റുകാരുടെ വിഷയമാണ്. അതിൽ നിന്നും ആളുടെ ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്നും മെസ്സേജ് ആണ് വന്നത്, നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഒരാഴ്ചക്കകത്ത് ഉണ്ടായിരിക്കുമെന്നുള്ള. പുള്ളി ഞെട്ടിപ്പോയതവർ. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം നടക്കും. അത്രയും സൂപ്പറായിട്ട് റിസൾട്ടുകളാണ് ആൾക്കാർ എന്നോട് പറയുന്നത്. ഞാനായിട്ട് പറയുന്നില്ല, ആൾക്കാരെന്നോട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ തന്നെ ആൾക്കാരുണ്ടാവും. ഞാനിപ്പോ അൺമ്യൂട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഒന്നുണ്ട്. ഇനി അതിനേക്കാളും അത് പറയുമ്പോൾ രണ്ടാമത് പറയാനുള്ളത് ദുബായ് പ്രോഗ്രാമിന്റെ കാര്യമാണ്. ഇതേപോലെ ഈ പ്രോഗ്രാം തന്നെ ഈ 2020 തന്നെ ലൈവായിട്ട് ദുബായ് പ്രോഗ്രാമിനകത്ത് ഉണ്ടാവും. 1 മണിക്കൂർ പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ ദുബായിൽ പ്രോഗ്രാം ഇപ്പൊ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ നാളെ കാണുന്നവരോ ഒക്കെ ആയി 17 നവംബറിലാണ് ദുബായ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അമേസിംഗ് ആയിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു തുക മുടക്കി ദുബായ് പ്രോഗ്രാം ഉണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് അത് വളരെ ഐ ഓപ്പണിംഗ് ആയിരിക്കും ആ പ്രോഗ്രാം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാലിക്കറ്റ് പ്രോഗ്രാം ഇതുപോലെ തന്നെയാണ്. 24-ാം തീയതി എല്ലാവരും വരണമെന്നാണ് പ്രതീക്ഷ. എല്ലാവരും. നിങ്ങൾക്ക് ആർക്കും ഈ ഇത്രയും ചെറിയൊരു പൈസ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഇനിയിപ്പോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ കഴിയുമ്പോൾ തുറന്നു കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് കാലിക്കറ്റ് പ്രോഗ്രാം 24-ാം തീയതി ഒരാളും മടി കാണിക്കരുത്. അത്രയും ആൾക്കാർ, അത്രയും എല്ലാവരും ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് 7 days of miracles in life ആണ്. അതിനെപ്പറ്റി ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴാണ് ശരിക്കും റൈറ്റപ്പ് ചെയ്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വരാനിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ഞാനിരുന്ന് കുറെ നേരം ആലോചിച്ചു, ദൈവമേ ഇത്രയൊക്കെ എനിക്ക് ദൈവം എങ്ങനെയാണ്, ദൈവത്തിന്റെ ആ ഒരു വരദാനം എങ്ങനെയാണ് എന്നിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു പോയി. കാരണം ഓരോ കാര്യങ്ങൾ 7 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്തുന്ന പ്രക്രിയ. ഇറ്റ്സ് വിൽ ബി മിറാക്കിൾ ഇൻ എവരിബഡി ലൈഫ്. എന്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും 100% റിലാക്സ്ഡ് എന്താ പറയുക മിറാക്കിൾ തന്നെയായിരിക്കും 7 ദിവസത്തെ പ്രോഗ്രാം. പക്ഷെ 7 ദിവസവും കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നെറ്റൊക്കെ അതിന് മുമ്പ് റെഡിയാക്കി വെക്കുക. നെറ്റില്ല എന്നൊന്നും പറയരുത്, അത് റെഡിയാക്കി വെക്കുക. ജോയിൻ ചെയ്യാത്തവർ ഉടനെ തന്നെ അതിനോട് വിളിച്ചു പറഞ്ഞ് ഏറ്റവും അതിനകത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം ഇപ്പോൾ ഫിക്സ് ചെയ്തത് ചെറിയൊരു എമൗണ്ടിലാണ്. പക്ഷെ നെക്സ്റ്റ് സെക്കൻഡ് ബാച്ച് മുതൽ എമൗണ്ട് വല്ലാണ്ട് മാറും. 25,000 രൂപയാണ് ആ 7 days പ്രോഗ്രാമിന്റെ ഫീസ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നത് മാജിക് നമ്പർ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറായ 1111 നെക്സ്റ്റ് ടൈം അത് കൂടി 2222 ആവും. പിന്നെ അത് കൂടി 333 ആവും. കാരണം അത്ര കണ്ട് റിസൾട്ട് വരുന്ന സംഭവമായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ഇംഗ്ലീഷ് വെർഷൻ കൂടി വരുന്നുണ്ട്. അത്രയും കണ്ട് അക്സെപ്റ്റൻസ് വരാൻ പോകുന്ന ഒരു മിറാക്കിൾ ആയിരിക്കും സംഭവം എന്ന് മാത്രം ഓർമ്മിക്കുന്നു. അപ്പൊ മനസ്സിന്റെ ക്രമീകരണത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിനെ പാകപ്പെടുന്ന രഹസ്യത്തിലേക്ക് പോകാൻ ഒന്നാമത്തെ ഇവിടെ ആൾറെഡി എഴുതാനുള്ള സമയമായിരുന്നു ഞാൻ തന്നത്. ഒന്നാമത് പറഞ്ഞു കൃത്യമായി എന്റെ ബെസ്റ്റ് സ്റ്റുഡൻസ് കൃത്യമായ ഉത്തരം പറഞ്ഞു. ഒന്നാമത്തെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക. ഈ രഹസ്യം അറിയാത്തവൻ
മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്ന അന്തർലീനം എന്ന വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. മനസ്സിൽ കോരിയിട്ട് വെച്ചിരിക്കുന്ന, നിറച്ചു വെച്ചിരിക്കുന്ന, അന്തർലീനം എന്ന് പറഞ്ഞ വാക്ക് സോറി ഞാൻ പിൻവലിച്ചു, അതല്ല അവിടെ, മനസ്സിലേക്ക് കോരി വെച്ചിരിക്കുന്ന, തള്ളിയിട്ടിരിക്കുന്ന വേസ്റ്റേജുകളെ ആദ്യം എടുത്ത് മാറ്റണം. ഇതൊക്കെയാണ് മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. 10 മാലിന്യങ്ങളെ നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യുന്നത്. ഈ 10 മാലിന്യങ്ങളെ എടുത്തു മാറ്റാത്തടത്തോളം കാലം മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയില്ല. സാറെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഛർദിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നത് ഈ മാലിന്യങ്ങളുടെ അടിയിൽ നിന്നും മെഡിറ്റേഷന്റെ പവർ മുകളിലോട്ട് വരുമ്പോൾ ഈ സാധനം തള്ളുകയാണ് ചെയ്യുന്നത്. അത്രയും സിമ്പിൾ ആൻഡ് ദ പവർഫുൾ സാധനമാണ്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തിരിച്ച് ഒച്ചത്തിൽ സംസാരിക്കുന്ന, ദേഷ്യത്തോട് സംസാരിക്കുന്ന നമ്മൾ കേട്ടു അല്ലെ? വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ കടിച്ചു കീറുന്ന രീതിയിലുള്ള സംസാരം മാലിന്യത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. മക്കളോടോ ഭർത്താവിനോടോ ഭർത്താവിന്റെ ഭാര്യയോടോ ഒന്ന് സോഫ്റ്റായി സംസാരിക്കാനോ സമാധാനമായി സംസാരിക്കാനോ പറ്റാത്തത് മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മാലിന്യത്തിന്റെ അകത്തോട്ട് പ്രസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു എക്സ്പ്ലോഷനാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കോപം എന്ന് പറയുന്ന സാധനം മാലിന്യത്തെ 10ലേക്ക് ഞാൻ പോകുന്നില്ല, ഇത് മാത്രം മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം മാലിന്യങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് കൃത്യമായി. രണ്ടാമത്തെ, ഇത്രയും പറഞ്ഞു കൊണ്ടു കൃത്യമായി. രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ജീവിതത്തിന്റെ ദിശ ശരിയായാൽ മാത്രമേ, അറിഞ്ഞാൽ മാത്രമേ ജീവിതം ശരിയാവുള്ളൂ. ദിശാബോധം അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത ജീവിതം എങ്ങോട്ടാണ് ഈ യാത്ര? എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ 3 ദിവസം മെഡിറ്റേഷനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ 20 മിനിറ്റ് ആണ് ആ ഇന്റൻഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അത്ര കണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം. ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം, ഗോൾ എന്താണ് എന്ന് കൃത്യമായി ഉണ്ടാക്കാത്തിടത്തോളം കാലം ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ക്ലിയർ. ലോൺ എടുക്കുമ്പോൾ എടുത്തു എന്നുള്ള ഉദ്ദേശം ശരിയായി, അടക്കണം എന്നുള്ള ഉദ്ദേശം ഇല്ല, മനസ്സിലായില്ല, ചിന്തിച്ചില്ല. അപ്പോൾ ജീവിതം എന്താണ്? തുന്തനാനേന അല്ലെ? തുടക്കം മാങ്കല്യം, പിന്നെ ജീവിതം തുന്തനാനേന. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി. അതുപോലെ ഉള്ള അവസ്ഥയാണ്. തുടക്കം ഭയങ്കര രസമായിരിക്കും, പിന്നെയാണ് തുന്തനാനേനയാവുന്നത്. അപ്പൊ അതുപോലെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യനിർണയമില്ലാത്ത ജീവിതം കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ എന്തോ പോലെയാണ് അല്ലേ? പൂമാല കാണുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷെ അത് എങ്ങോട്ട് പോകണം, എവിടെ പോകണമെന്ന് യാതൊരു പിടിയുമില്ല. രാവിലെ നമ്മളൊരു പുതിയൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, ഭയങ്കര രസമാണത്. ഓരോ മനുഷ്യന്റെ ഒരു ഒരാളുടെ ജീവിതം രാവിലെ തുടക്കം മുതൽ വൈകിട്ട് വരെയുള്ള ഒരു സൈക്കിള് നമ്മുടെ അഡ്മിന്മാർ വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു തരാം, ഒരു ദിവസം പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരെ അടുത്തിരിക്കുന്ന ഫോൺ എടുക്കും. നല്ല ലക്ഷ്യമാണ്, വാട്സപ്പ് ഓണാക്കും. അപ്പൊ കാണും എവിടെയെങ്കിലും മരണ വാർത്തയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗോസിപ്പോ അതിന്റെ പിറകെ പോവും. രാവിലെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ആദ്യത്തെ സിഗ്നല് ഇതാണ്. അത് കഴിഞ്ഞ് കിച്ചണിൽ പോകുമ്പോൾ അടുത്തത് കാണും. പിന്നെ പോയി കുറച്ച് കഴിയുമ്പോൾ അവിടെ ഷെയ്ഡായി അവിടെ വെച്ച് ആ പ്രോസസ്സിലേക്ക് ഞാൻ പോകുന്നില്ല. ലക്ഷ്യബോധമുള്ളവനില്ല, ഉറക്കം പറ്റില്ല അവന്. ആ കൃത്യസമയത്ത് എഴുന്നേക്കും, കൃത്യസമയത്ത് മെഡിറ്റേറ്റ് ചെയ്യും, കൃത്യസമയത്ത് എല്ലാം ചെയ്യും. കാരണം അവന് കൃത്യമായി അറിയാം, ഞാൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ നാളെ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞതാണെന്നുള്ള പൂർണ്ണ ബോധമുള്ളവന് അവന്റെ ജീവിതം അവൻ കൃത്യമായി വേണ്ട പോലെ പാകപ്പെടുത്തി കൊണ്ടുപോകുന്നത് യാതൊരു തർക്കമില്ല. അതുള്ളവർ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, മെഡിറ്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞു, 2% മാത്രമേ ഉള്ളൂ. 100% 90% ഒന്നുമില്ലാതെ പോകുന്നവരും അതിലുള്ള 10% 6% എഴുന്നേറ്റ് വരും, തുടങ്ങും, പിന്നെയും വെച്ചിട്ട് പോകും, പിന്നെയും തുടങ്ങും, പിന്നെയും വെച്ചിട്ട് പോകും. പിന്നെയുള്ള 4% 2% മാത്രമേ അവസാന റിസൾട്ടിലെത്തുള്ളൂ. നിങ്ങൾക്കിതിൽ 2% ആവണോ 90% ആകണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. യു ക്യാൻ ഡിസൈഡ് ഇറ്റ് നൗ. 2% കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവണം. എത്രയോ ദിവസങ്ങളായി പറയുന്നതാണ്. ഇപ്പോഴും ലക്ഷ്യബോധത്തെ പറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, സാറേ എനിക്ക് ആ കടമൊന്ന് വീട്ടിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 കാര്യം. മൂന്നാമത്തെ കാര്യം,
മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ, മനസ്സിനെ അറിയണമെങ്കിൽ, മനസ്സിനെ കൃത്യമായി നിലനിർത്തണമെങ്കിൽ ധ്യാനം പരിശീലിച്ചേ സാധിക്കുള്ളൂ. ഒരു സയൻസും ഇതിനപ്പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഒരു തിയറിയും ധ്യാനത്തിനപ്പുറത്തേക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 100 HP-യോ 100 HP-യോ 200 HP-യോ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നടക്കാം. മനസ്സിനെ ബ്രെയിനായിട്ട് കണക്ട് ചെയ്യുന്ന സയൻസിന് അങ്ങനെയാണെങ്കിൽ, ബ്രെയിനിലാണെങ്കിൽ ഈ സാധനം ഏറ്റവും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എഞ്ചിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് എനർജി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. സ്വസ്ഥത ഉണ്ടാവില്ല. സ്വസ്ഥതയില്ലാത്ത മനസ്സിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? സ്വസ്ഥതയില്ലാത്ത മനസ്സിൽ, സ്വസ്ഥതയില്ലാത്തൊരു എഞ്ചിൻ, അല്ലെങ്കിൽ എപ്പോഴും വൈബ്രേറ്റ് കൊണ്ടിരിക്കുന്ന എഞ്ചിനിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? സ്വാഭാവികമായി വൈബ്രേഷൻ തന്നെയായിരിക്കും, അല്ലെ? ഉറപ്പാണ്. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. നിൽക്കുമ്പോൾ വണ്ടി നിർത്തണം എന്ന രീതിയിൽ കോൺസെപ്റ്റ് ഉള്ള പോലെ തന്നെ, എഞ്ചിൻ നിൽക്കുമ്പോൾ വണ്ടി നിൽക്കും എന്നുള്ള അവസ്ഥയുള്ള പോലെ തന്നെ നമ്മളത് കൃത്യമായി പാകപ്പെടുത്തണമെങ്കിൽ മെഡിറ്റേഷൻ ശീലിച്ചേ സാധിക്കുള്ളൂ. അത് നിർബന്ധമുള്ള അവസ്ഥയാണ്. ആത്മസംഘർഷം എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. ആത്മസംഘർഷം ഒഴിവാക്കണമെങ്കിൽ ആദ്യം ആത്മാവുമായിട്ടുള്ള സംഘർഷത്തെ ഒഴിവാക്കണം. നമ്മളും ശരീരവും ആത്മാവും തമ്മിലുള്ള സംഘർഷത്തെ ആദ്യം ഒഴിവാക്കണം. അതിനാണ് ധ്യാനം പരിശീലിക്കുന്നത്. ഇനിയും ഇതെല്ലാം ശരിയായി, ഇത് മൂന്നും ശരിയായി എന്ന് കരുതിക്കും. ജീവിതത്തിൽ വേണ്ടതിനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? എപ്പോഴും അത് മാത്രം ഓടിച്ചാൽ നമുക്ക് മറ്റു കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് ആദ്യകാലത്ത് പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ, ലക്ഷ്യത്തെ നിയന്ത്രിച്ച് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആദ്യം ഏറെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ വൺസ് അത് പഠിച്ചു കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം, ഈ മൊബൈൽ നോക്കാം, വാട്സപ്പ് നോക്കാം, യൂട്യൂബ് നോക്കാം, അതുപോലെ തന്നെ ആൾക്കാരോട് സല്ലപിക്കാം, എല്ലാം ചെയ്യാം. ഇത് ഏത് മൂഡിലേക്ക് വരുമ്പോഴാണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ നമ്മൾ എത്തേണ്ട മൂഡാണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്ന യാന്ത്രിക നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമ്മളെല്ലാം ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്ന് കാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾ കിച്ചണിലല്ലേ ചോറ് വെക്കുമ്പോ കരിക്കരിയുമ്പോ അവിടെ ഇളക്കാൻ നിൽക്കും, അല്ലെ? ഒന്നിച്ച് നടക്കൂലേ? ദോശ ചുടുമ്പോൾ ഇപ്പുറത്ത് ചമ്മന്തി കരക്കാൻ പോകും. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് ഇതെല്ലാം ചെയ്യാനുള്ള 2 കൈയേ ഉള്ളൂ എങ്കിലും ആ കണക്ടിവിറ്റി പോകുന്ന ഓട്ടോ സജഷൻ എന്ന് പറയുന്ന മൂഡിലേക്കാണ്. ഈ ഓട്ടോ സജഷൻ മൂഡിലേക്ക് നമുക്ക് എപ്പോഴാണോ പോകാൻ പറ്റുന്നത് അപ്പോൾ മാത്രമേ ജീവിതം നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഓഫീസ് വർക്ക് ചെയ്യുന്നവര് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പുറത്ത് വാട്സപ്പ് ചാറ്റ് നോക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് മറ്റു കാര്യം ചെയ്യുന്ന, ഇതൊക്കെ മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യുന്നത് ഓട്ടോ സജഷൻ എന്ന പ്രക്രിയ കൊണ്ട് മാത്രമാണ് സാധ്യമാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓട്ടോ സജഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. എന്റെ ലക്ഷ്യം ഇന്നതാണെന്ന് സെറ്റ് ചെയ്തിരിക്കണം. ബ്രെയിൻ ഓൾറെഡി സെറ്റാണ്. എങ്ങനെ പോയാലും പിന്നെ അതിൽ തന്നെ എത്തിച്ചേരും. യാന്ത്രിക നിർദ്ദേശങ്ങളെ പറ്റി ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്ന ക്ലാസ് ആണ് ജേർണി ടു ഹാപ്പിനെസ്, മനസ്സിന്റെ നിയന്ത്രണം. ഇത് വ്യക്തമായി വളരെ ഫണ്ടമെന്റലായി മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിൽ എന്താ പറയുക ക്ലാരിറ്റി വരുത്തി പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ക്ലാസ് ആണ് ജേർണി ടു ഹാപ്പിനെസ്. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ക്ലാസ്. കാരണം മനസ്സിന്റെ മാറ്റപ്പെടുത്തൽ മാത്രമേ മറ്റെല്ലാം സാധ്യമാകൂ. ബാക്കിയെല്ലാം അതിന് മുമ്പേ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ വീണ്ടും വേസ്റ്റ് ബോക്സിനെ ഒരു കവറിലൊക്കെ കെട്ടിയിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് അതിന്റെ മുകളിൽ നല്ല വെള്ളമോ അല്ലെങ്കിൽ നല്ല സാധനങ്ങളോ കൊണ്ടുവെക്കുന്നത് പോലെ മാത്രമേ സംഭവിക്കുള്ളൂ. ഇത് അടിസ്ഥാനപരമായി അകത്തുള്ള വേസ്റ്റ് അവിടെ തന്നെ കിടക്കും. ഈ മാലിന്യങ്ങളെ നമ്മളിപ്പോ ഇത് ചെയ്യാതെ, മാലിന്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാതെ നമ്മൾ മറ്റെല്ലാ പ്രവർത്തനവും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രക്രിയ ഇത്രയേ ഉള്ളൂ. നമ്മളിലെ മാലിന്യങ്ങളൊക്കെ വലിച്ചു കൂട്ടി നല്ലൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് നന്നായിട്ട് ഭദ്രമായി കെട്ടി അവിടെ വെച്ച് അതിന്റെ മുകളിലേക്ക് ബാക്കിയെല്ലാം കൊണ്ടുവയ്ക്കുന്നു. അടിസ്ഥാനപരമായിട്ട് മാലിന്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയ ഒരു സൂചി എടുത്തിൽ ആരെങ്കിലും ഒന്ന് കുത്തിയാൽ
അവിടെ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോവാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറയാം, നല്ല രീതിയിൽ നല്ല ശാന്തമായ ജീവിതത്തോട് കൂടി പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ. ഭയങ്കര രസം അവരെ സംബന്ധിച്ച് കണ്ടാൽ എപ്പോഴും സദാ പുഞ്ചിരിയും സദാ പ്രസന്നവദനമായ ആയിരിക്കുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് അവരുടെ കാര്യത്തിലേക്ക് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് പിന്നെ വായിന്ന് വരുന്നതും ജീവിതത്തിൽ വരുന്നതൊക്കെ എന്താ പറയാ മൂദേവി വിളയാട്ടമായിരിക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അവരിൽ അകത്തുള്ള മാലിന്യങ്ങൾ അവിടെ തന്നെ കിടക്കുന്നത് കൊണ്ടാണ്, അത് എടുത്തു മാറ്റാത്തത് കൊണ്ടാണ്. അത് എടുത്തു മാറ്റുന്നത് ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള ക്ലാസ്സിൽ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പോകണം. ഇനി ഇതൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നത്. ഇത് പറയുമ്പോൾ, ഈ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയും, സാറേ ഇത് എന്നെ തന്നെയാണ്, എന്നെ പറ്റിയിട്ടാണ്, എനിക്കില്ലാത്തൊരു കാര്യത്തെയാണ് സാറും പറയുന്നത്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ സ്വാഭാവികം മാത്രം എന്ന് അറിയുക. നിങ്ങളെ തന്നെയാണ്, നിങ്ങളെ പറ്റി തന്നെയാണ് പറയുന്നത്. ഉദാഹരണം പറയാം, ഏറ്റവും ഉപദ്രവിച്ച ആളാണ് എൻ്റെ അമ്മായിയപ്പനും അല്ലെങ്കിൽ നാത്തൂനും ഒന്ന് പരാതി പറഞ്ഞ് അവരോടില്ല വലിയ വിഷയങ്ങളൊക്കെ കൂടിയിട്ട്. പക്ഷേ ഒരു വിഷയം വരുമ്പോ അയ്യോ അവരങ്ങനെയല്ലേ, സാരമില്ല, എന്നോട് അതൊക്കെ ചെയ്ത് പോട്ടെ, ഞാനതൊക്കെ ക്ഷമിച്ചു എന്നും പറഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു മാറും. അവരെന്നെ ചെയ്ത് അങ്ങനെ മറക്കാൻ പറ്റുമോ എന്ന് പറയുന്ന മാനസികാവസ്ഥയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ടിപ്പാണ് ഈ പറയുന്നത്. ഇതിന്റെ പേരാണ് ഡിസ്അസോസിയേഷൻ എന്ന് പറയുന്നത്. സാക്ഷിഭാവത്തിലേക്ക് നമുക്ക് എപ്പോഴാണോ മൂവ് ചെയ്യാൻ സാധിക്കുന്നത്, സാക്ഷിഭാവത്തിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കാത്തടത്തോളം കാലം എന്താണ് സാക്ഷിഭാവം? ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റുന്നു, പക്ഷെ ഞാൻ അതിന് ആളല്ല, ഞാൻ അതിനോട് ഇടപെടില്ല, എനിക്കെല്ലാം അറിയാം, എല്ലാം ഞാൻ കണ്ടതാ, നമ്മളിത് എത്ര കണ്ടതാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി നിന്നുകൊണ്ട് നമുക്ക് എല്ലാവരോടും കണക്ട് ചെയ്ത് പക്ഷെ ആരോടും ഇമോഷണൽ കണക്ടിവിറ്റി ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ എപ്പോഴാണോ നമുക്ക് സംജാതമാകുന്നത്, ഇതിന് പറയുന്ന പേരാണ് സാക്ഷിഭാവം. ഇത് ലാസ്റ്റ് ഈ 4 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് സംഭവിച്ചവർക്ക് മാത്രമേ സാക്ഷിഭാവം ഉണ്ടാവുകയുള്ളൂ. ഞാൻ എന്നെ പറ്റി തന്നെ ഉദാഹരണം പറയാം. ഈ മൊത്തം സാധനങ്ങളുടെ നിറകുടമായിരുന്നു ഞാൻ. അഹങ്കാരം, അപകർഷതാബോധം, ഈഗോ എല്ലാം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വിഷയം, എന്റെ മുന്നിൽ ആരെന്നെ ചെറു വിളിച്ചാലും ചീത്ത വിളിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു ഭാവ വ്യത്യാസം ഉണ്ടാവില്ല. ഇതൊക്കെ എത്ര കേട്ടാൽ നിങ്ങളെ വിളിച്ചോ, അത് നിങ്ങളെ തന്നെയാണ് പറയാനുള്ള, അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുകയും എന്ത് ചെയ്താലും ഒരു മാറ്റവും വരാതെ ഞാൻ നിൽക്കാൻ സാധിക്കുന്ന ആ പ്രക്രിയക്ക് പേരാണ് സാക്ഷിഭാവം. എല്ലാം നമുക്കറിയാം. ഒരാൾ കരയുന്നുണ്ടോ? ഇവിടെ കരയാനറിയാം, പക്ഷെ ആ കരയുമ്പോഴും ഇവിടെ ഒരു ഭാഗമുണ്ടല്ലോ, അതിന് കൃത്യമായി നിലനിർത്തിക്കൊണ്ട് കരയാനറിയാം. എന്നുവെച്ചാൽ അഭിനയിച്ച് കരയാനല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഏതൊരു കാര്യത്തെയും നമ്മൾ എടുക്കുന്നത് കൃത്യമായ ബോധത്തിലൂടെ ആയിരിക്കണം എന്നുള്ള വളരെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ് ഡിസ്അസോസിയേഷൻ എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റിയിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു നിയമമാണ് സാക്ഷിഭാവം. സിമ്പിൾ ആണെന്ന് കരുതും ആൾക്കാർ, പക്ഷേ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ, ഇറ്റ്സ് എ വെരി 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 കോംപ്ലിക്കേറ്റഡ് ആൻഡ് പവർഫുൾ ആണ്. ഇതൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല, ഇതായി തീരുന്ന പ്രക്രിയയാണ്. ഇത് ഇന്ന കോൺസെപ്റ്റ് ചെയ്താൽ ഇങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ അതായി തീരുകയാണ് ചെയ്തത്. കാരണം എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഈ മാലിന്യങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, വിനയം അല്ലെ, വിനയം ഇതിന്റെ ഒരു റിസൾട്ടാണിത്. വിനയമല്ല, അതിന്റെ റിസൾട്ടാണ് ഈ സാക്ഷിഭാവം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ചില സമൂഹത്തിൽ വളരെ റെയർ ആയിട്ട് ഇത്തരം ആൾക്കാരെ കാണാം. അവരെല്ലാത്തിനും കൂടെ ഉണ്ടാവും, പക്ഷെ എവിടെയും അവര് നമ്മളുമായിട്ട് അങ്ങനെ ആകാൻ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ഇതിലാണ് സാക്ഷി. ഈ സാധനങ്ങൾ നിങ്ങൾ കൃത്യമായി പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിന് അടിപൊളി. ഇത് കൃത്യമായി അറിയാൻ പഠിക്കാനുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഇതിന്റെ വേദി, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്നതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ഓരോന്നോരോന്നായി മാറി വരും. ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞാൽ പേടിയാണ്.
മാലിന്യം മാത്രമാണ്. നാണക്കേട് മാലിന്യമാണ്. അപകർഷതാബോധം, അയ്യോ എന്ത് ചെയ്യും, അവരെന്ത് വിചാരിക്കും. നല്ലൊരു ചുരിദാറിട്ടാൽ ഞാൻ ചുരിദാറൊക്കെ മേടിച്ചു, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ അനിയത്തി എന്ത് വിചാരിക്കും, ജ്യേഷ്ഠത്തി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആരെങ്കിലും എന്ത് വിചാരിക്കും. ഞാൻ എന്നോട് പറഞ്ഞൊരാളുണ്ട്, സാറ് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന ആളുണ്ട്, പക്ഷെ എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ വളരെ പാവപ്പെട്ടവരാണ്, അത് ഞാൻ ഡ്രസ്സ് ഇട്ടാൽ അവരെന്ത് വിചാരിക്കും. സിമ്പിളാണ് ഞാൻ പറഞ്ഞത്, കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഇതുപോലെ അപകർഷതാബോധം എല്ലാവരിലും ഉണ്ട്, അല്ലെ? കുറ്റബോധം, നിരാശ, ലോകത്തിന് നിരാശ. എന്ത് പറഞ്ഞാലും തൊട്ടടുത്ത നിരാശയാണ്. കഞ്ഞി വെച്ചാലും നിരാശ, കഞ്ഞി വെച്ചില്ലെങ്കിൽ നിരാശ, ചോറ് വെച്ചാൽ നിരാശ, ചോറ് വെച്ചില്ലെങ്കിൽ നിരാശ. എല്ലാത്തിലും ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു, വലുതൊന്നും പറയുന്നില്ല. ജോലി ലഭിച്ച നിരാശ, ജോലി ലഭിച്ചില്ലെങ്കിൽ നിരാശ. ജോലി ലഭിച്ചതിന്റെ നിരാശ, അയ്യോ ഇതേ എനിക്ക് കിട്ടിയുള്ളൂ. ജോലി ലഭിച്ചില്ലെങ്കിലോ, അയ്യോ എനിക്ക് ജോലി കിട്ടിയില്ല. ജോലി കിട്ടാകുമ്പോൾ ഏത് ജോലിയാണ് വേണ്ടത് അതെനിക്കറിയില്ല. കിട്ടിയതും നിരാശ. കിട്ടിയത് ഞാൻ സംതൃപ്തനെയല്ല. ഏതെങ്കിലും ഒന്നും സംതൃപ്തനാണോ? അല്ലാതെ ഒന്നിനും സംതൃപ്തനാണ്. നിരാശ നമ്മളെ ജനിച്ചപ്പോ കൊണ്ടു ഒന്നുമില്ല. ഒരാളും ജനിച്ചപ്പോ നിരാശ കൊണ്ട് വന്നിട്ടില്ല. പൂർണ്ണ ചിരിയോട് കൂടിയിട്ടാണ്, പൂർണ്ണമായി ചിരിച്ച മുഖത്തോടെ ഇതൊന്നുമില്ല എന്ന് ജനിച്ച് വീണവരെ നമ്മൾ ഇതൊക്കെ അവിടുന്നൊക്കെ എടുത്ത് ഇതെന്റേതാണ്, ഇതെനിക്കുള്ളതാണ്, ഇതെന്നെ മാത്രം ഉദ്ദേശിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പോക്കറ്റിൽ ഇട്ടിട്ട് അതിനെങ്ങനെ താലോലിച്ച് കൊണ്ടുവന്നതാണ് ഈ സാധനത്തേക്ക്, അല്ലേ? പശ്ചാത്താപം, എല്ലാത്തിനും പശ്ചാത്താപമാണ്. അയ്യോ സാറ് ഞാൻ ഇന്നലെ ഒരാൾ പറഞ്ഞ വാക്കാണ്, ഭയങ്കര കുറ്റപ്പെടും. എന്താ സംഭവം? അയ്യോ സാറിനെ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിച്ചോ എന്നൊരു പേടി എനിക്ക്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് എന്തിനാ വിളിച്ചത്? വിളിക്കാതിരുന്നപ്പോൾ എന്തിനാണ് ഈ പശ്ചാത്താപം ഉണ്ടാക്കാൻ? വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് പറയാൻ കഴിഞ്ഞിട്ട് വിളിച്ചു കുറ്റബോധം എന്തിനാണ്? പശ്ചാത്തലത്തിന് എന്തിനാണ്? വിളിച്ചു കാര്യം പറയാൻ പോവുക, കഴിഞ്ഞില്ല. നമ്മൾ മറ്റുള്ളവരും നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അതാണ് എന്റെ വിചാരം. എവിടെ? അത് നമ്മുടെ വിചാരം സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ ഈ കോൺസെപ്റ്റുകളൊക്കെ? ഇതൊന്നും ചെയ്താൽ പോരെ. അപ്പൊ അങ്ങനെ അഹങ്കാരത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ആരും അഹങ്കാരം, ഇവിടെ ആരെങ്കിലും അഹങ്കാരം ഉള്ളവരുണ്ടോ? എന്നെ പറ്റി ഞാൻ ഈഗോ ഇല്ല, എന്തോ ഞാനില്ല. ടൈപ്പ് ചെയ്ത് ഈഗോ ഉള്ളവർ മാത്രം ഒരാളെങ്കിലും പറയില്ലേ? ഈഗോ ഉള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും മീൻ നിന്ന് ടൈപ്പ് ചെയ്ത് ഈഗോ ഉള്ളവർ മാത്രം മീൻ നിന്ന് ടൈപ്പ് ചെയ്ത് ആരെങ്കിലും ഒന്ന്? ഞാൻ ടൈപ്പ് ചെയ്തു, വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കുന്നു? യെസ് അത് എങ്ങനെയാണ്? ഇല്ല എന്ന് പറയില്ല, എന്തെന്ന് പറയുന്നവരുണ്ട്. ഉണ്ടായിരുന്നു, അത് കറക്റ്റാണ്, ഉണ്ടായിരുന്നു. കുറച്ച് ഈഗോ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈഗോ ഉണ്ടായിക്കോട്ടെ, അത് സെൽഫ് ഈഗോ ആണ്. അവനവനോടുള്ള ഈഗോ ആയിക്കോട്ടെ, മറ്റുള്ളവനോട് ഈഗോ വേണ്ട. എനിക്ക് എന്നോട് ഈഗോ ഉണ്ട്, നീ പോരടാ, ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആവണം എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണല്ലോ എന്നുള്ള ഈഗോ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഈഗോ വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരോട് ഒരു കമ്പാരിസൺ ചെയ്തിട്ടാ ഇവനെ വെറും അങ്ങനെ ഈഗോ പാടില്ല. പ്രതികാരമുള്ളവർ ആരും ഉണ്ടാവില്ല, അല്ലെ? പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവ് അങ്ങനെ സ്വിച്ച് നിൽക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. പ്രതികാരം ഞാൻ ഡൈവേഴ്സ് ചെയ്തപ്പോൾ ഡൈവേഴ്സ് ചെയ്തിരുന്നില്ല, പക്ഷെ കാരണം അങ്ങനെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡൈവേഴ്സ് കൊടുക്കരുത്. എന്നിട്ട് ഞാൻ ഡൈവേഴ്സ് കൊടുക്കാതെ പഠിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ സ്വയം ഇങ്ങനെ ഞാനിതൊക്കെ പറഞ്ഞ് കുറെ പോയി പോകുന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ സിമ്പിൾ ആണ്. നിങ്ങൾ വരിക, പഠിക്കുക, ജേർണി ടു ഹാപ്പിനെസ് പഠിക്കുക, മനസ്സൊരു വിസ്മയം വായിക്കുക, പലതും മനസ്സിലാക്കുക, എന്നിട്ട് ജീവിതത്തെ തിരിച്ചറിയുക, മാറ്റപ്പെടുത്താൻ തയ്യാറാവുക. ഇല്ലെങ്കിൽ നിങ്ങൾ കോഴ്സിന് പൈസ കൊടുത്തൊന്നും ചേരുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്നതിന് ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അതിന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ എനിക്ക് എന്റെ അഹങ്കാരം കുറച്ച് കുറയും, എനിക്ക് കുറച്ചും കൂടി കാശ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്റെ അഹങ്കാരം കുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഇല്ലെങ്കിൽ അപ്പൊ കുറച്ച് കാശ് എനിക്ക് കിട്ടും, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കുറയും, അല്ലെ? എനിക്ക് കാശ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത് ഒരു ഇത്. അപ്പൊ കണ്ണുള്ളവർക്ക് കണ്ണിന്റെ വിലയില്ല. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അപ്പോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, കാലിക്കറ്റ് പ്രോഗ്രാം നാട്ടിലുള്ളവർ ആരും മറക്കരുത്. അന്നത് നമുക്കൊരു വിസ്മയമാക്കും. ജപ്പാനിലും ഇറ്റലിയിലും ജർമ്മനിയിലുള്ളവരെന്ന് അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഇത് നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ആണ്. കാലിക്കറ്റ് ദുബൈ നടക്കുന്ന പ്രോഗ്രാം ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ലെന്ന് അസൂയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മാറ്റിക്കോളൂ. നിങ്ങളുടെ നാട്ടിലേക്ക് എന്നെ വിളിച്ചോളൂ, ഞാൻ വരാം. അത് നിങ്ങളുടെ അസൂയക്കുള്ള മരുന്നാണ്. ഇനി അടുത്തത് നമ്മുടെ 7 days പ്രോഗ്രാംസ്, അത് ആരും മറക്കണ്ട. അത്രയും മിറാക്കിൾ ഇപ്രാവശ്യം കിട്ടിയേക്കോ, അതിന് എമൗണ്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്രാവശ്യം കിട്ടിയ എമൗണ്ട് എനിക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണം. അതൊന്ന് ചാടിക്കോളൂ.
ജീവിതത്തെ മാറ്റാൻ തയ്യാറവർ മാത്രം ചാടിയാൽ മതി. മറ്റുള്ളവർ ആരും ദയവ് ചെയ്ത് വന്നിട്ട് സമയം കളയരുത് എന്ന് റിക്വസ്റ്റ് ഉണ്ട്. മാറ്റാൻ ആഗ്രഹിക്കുന്നവർ മാറ്റമുണ്ടാവണം എന്ന് വിചാരിക്കുന്നവർ മാത്രം ചേർന്നാൽ മതി. അല്ലാത്തവർക്ക് സമയം കളയേണ്ട, കാശ് കളയേണ്ട. ആ കാശ് കൊണ്ട് നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് ആവശ്യമുള്ളത് 1000 രൂപ കൊടുത്താൽ വേറെ കിട്ടുമല്ലോ. ആണുങ്ങൾക്കാണെങ്കിൽ കിട്ടും, നിങ്ങളുടെ അങ്ങനെ അത് കഴിക്കാത്തത് അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ 1000 രൂപ കൊടുത്ത് 1200 രൂപ കൊടുത്ത് മറ്റൊരു സാധനം മേടിച്ചിരിക്കുക. ഓക്കെ, അത്ര തൽക്കാലത്തെ സന്തോഷത്തിനുള്ള ഒരു വഴിയാ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, മെഡിറ്റേഷൻ ലിങ്ക് വന്നില്ല എന്നൊന്നും പറയരുത്. ഏത് മെഡിറ്റേഷൻ ലിങ്ക്? മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും കൃത്യമായ ലിങ്ക് വരുന്നുണ്ട്. അത് ആ സമയത്ത് വരും. ഇപ്പൊ 2020 ആണെങ്കിൽ സമയമായിട്ടില്ല, ആ സമയത്ത് ലിങ്ക് വന്നിരിക്കും. അതുകൊണ്ട് പോയി അതിനൊന്നും വിഷയമില്ല. പിന്നെ ജേർണി ടു ഹാപ്പിനെസ് ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫർ തന്നെ കിടക്കുന്നുണ്ട്, ഞാൻ മാറ്റിയിട്ടില്ല. 10,000 രൂപയുടെ കോഴ്സാണ്, അതിന്റെ ഓഫർ പ്രൈസിൽ തന്നെ കിടക്കുന്നുണ്ട്, ജോയിൻ ചെയ്യാം. അങ്ങനെ അനന്തമായ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്. ഇനി നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്, നിങ്ങളാണ് മാറ്റപ്പെടുത്തുന്നത്. ആ പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ രഹസ്യം ഞാൻ ഇവിടെ നിർത്തുന്നു. രഹസ്യം എല്ലാവരും മുമ്പിൽ നോക്കുക. ഇതിനൊന്ന് ആലോചിച്ചൊക്കെ രഹസ്യം പരസ്യമാക്കണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.